അതിൽ വലിയ മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ കാലമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ മുഖമുള്ളയാണ് BJP. ഒരു NDA മുന്നണി ഉണ്ടാക്കിയിട്ട് ആ NDAയുടെ പേരിലാണ് അവരെ ഈ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാമെങ്കിലും മുഖം BJPയുടെ മുഖമാണ്. അപ്പോ ഈ മറ്റേ ക്രിസ്തുമസിനും അതുപോലെ മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ കേക്കുമായിട്ട് പള്ളിയിൽ പോവുകയും അതുപോലെ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സുവർണാവസരം അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുമായിട്ട് BJPയുടെ മുൻ പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള, അദ്ദേഹം ഗോവ ഗവർണർ ആയിരിക്കെ തന്നെ അതിനു മുമ്പ് മിസോറാം ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലെത്തി ചർച്ച നടത്തിയൊക്കെ നമുക്കറിയാം. മാത്രമല്ല സഭാധ്യക്ഷന്മാർ ഒരിക്കലും BJPയെ തള്ളി പറഞ്ഞിട്ടുമില്ല. ഏത് അഭിമുഖങ്ങളിലുമൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ ആരെയും അകറ്റി നിർത്തുന്നില്ല എന്ന് തന്നെയാണ്. അതെ, കേന്ദ്ര ഭരണവും കേരള ഭരണവും ഒക്കെ ഇപ്പൊ കോൺഗ്രസിനില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭരണം എവിടെയാണോ ഭരണം അവരോട് എല്ലാ സമുദായ നേതാക്കൾക്കും ഒരു പ്രത്യേക മമതയുണ്ടാവും. അതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം അവർ സമുദായവും അല്ലെങ്കിൽ സഭാ നേതൃത്വമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഭരണ നേതൃത്വങ്ങൾ ഒരിക്കലും അവർ വിമർശിക്കാറില്ല, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ മാറ്റി നിർത്താറില്ല. ഇവിടെ കേരളത്തിലെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. കേരളത്തിലെ സംഭവം എന്താ വെച്ചാല് സഭാ നേതൃത്വം എടുക്കുന്ന നിലപാട് അതേപോലെ ഈ അൽമായർ അംഗീകരിക്കണം എന്ന് വെച്ചാല് അവരുടെ അനുയായികൾ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. പാലക്കാട്ട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് മുനമ്പ സമരമുണ്ട്. ആ സമരത്തിലെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടില് പിതാവ് അവിടെ പ്രസംഗിച്ചത് ഞങ്ങൾക്ക് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്നും വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യാൻ മടിയില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി BJP നേതാവ് കൃഷ്ണകുമാർ മുനമ്പത്ത് ഓടിയെത്തി പിറ്റേന്ന്. പക്ഷെ പാലക്കാട് ഒന്നും സംഭവിച്ചില്ല. അവിടെ 18,000 വോട്ടാണ് UDFന് ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, സഭാ നേതൃത്വം കാണുന്ന ഒരു നിലപാടല്ല അനുയായികൾ കാണുന്നത്. ഇത്തവണ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിച്ച് തെളിച്ചു പറയാം. കാരണം എന്താണെന്ന് വെച്ചാല് തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP ഒരു ഘടകമായിട്ടില്ല പലയിടത്തും. മാത്രമല്ല അവരെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അവര് ജയിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ അത് മാറ്റി നിർത്തുകയാണ്. കാരണം തിരുവനന്തപുരത്തെ BJPക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പരാജയപ്പെട്ടത് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണെന്ന് അറിയാമല്ലോ. അവിടെ മറ്റുള്ള എല്ലാ